CPM കുറിച്ച് യുക്തിവാദി ദാർശകൻ രവിചന്ദ്രൻ്റെ കാഴ്ചപ്പാട്. അദ്ദേഹം CPM തൻ്റെ പ്രസംഗത്തിൽ വിലയിരുത്തുന്നു. ഇനി 2-3 പൊളിറ്റിക്കലായിട്ടുള്ള സാധനമാണ്. പലപ്പോഴും യുക്തിവാദികളെ കുറിച്ചുള്ള ഇതാണ്. കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ ഡിറൈൽമെൻറ്റ് പലപ്പോഴും ബോണ്ടഡ് ലേബർ ആകണമെന്നുള്ള, ബന്ധിക്കപ്പെട്ട ജോലി അല്ലെങ്കിൽ എന്താ പറയുന്ന തോട്ടപ്പണിയൊക്കെ പോലെ അത് ചെയ്യണം. സമരങ്ങൾക്ക്, വർഗസമരത്തിന് അടിപ്പെട്ട് യുക്തിവാദികൾ ജീവിക്കണം. വർഗസമരത്തിൻ്റെ ചാലകശക്തിയായി സാംസ്കാരിക പരിസരം ഒരുക്കുകയാണ് യുക്തിവാദികളുടെ കർത്തവ്യം എന്ന് ബോധ്യപ്പെടുത്തുന്ന, അതായത് മതത്തിൻ്റെ മുന്നിൽ ആളാവാൻ വേണ്ടി യുക്തിവാദികളെ എടുത്തിട്ട് അടിക്കുന്ന ആൾക്കാരുണ്ട്. പലരും കരുതിയിരുന്നു തങ്ങളെ ഇത്തരം പ്രസ്ഥാനങ്ങളെ സംരക്ഷിക്കുമെന്ന്. ഒരുപക്ഷെ അങ്ങനെ ഇന്നും വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഇത്രയും പേര് ഇവിടെ ഉണ്ടാവുമായിരുന്നില്ല. അന്നവർ പറഞ്ഞിരുന്ന കാര്യം, ഞങ്ങള് പാവപ്പെട്ട വിശ്വാസിയും പണക്കാരനായിട്ടുള്ള അവിശ്വാസിയും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പാവപ്പെട്ട വിശ്വാസികളുടെ കൂടെ നിൽക്കും. എന്നാൽ യുക്തിവാദികളാവട്ടെ എന്ത് ചെയ്യും? അവൻ പണക്കാരനായ അവിശ്വാസിയുടെ കൂടെ പോകും, പാവപ്പെട്ടവരെ തള്ളും. ഇതാര് പറഞ്ഞതാണ്? ഇതൊരു മാർക്സിസ്റ്റ് വാദമാണ്. ഇതൊരു സ്ട്രോമാനാണ്. എന്താണ് സ്ട്രോമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് നിങ്ങളുടെ വാദം ഇതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു കച്ചിത്തുറു വെച്ചൊരു സാധനം ഉണ്ടാക്കുന്നു, എന്നിട്ട് അതിനെ നിങ്ങൾ തന്നെ കത്തിക്കുന്നു, എന്നിട്ട് പറയുന്നു നിങ്ങളുടെ വാദം ഞാൻ തകർത്തു. ആദ്യം നമ്മളുടെ വാദം ഇതാണ്, അതായത് അവിശ്വാസിയായിട്ടുള്ള ഒരു പണക്കാരനെ ആയിരിക്കും പിന്തുണയ്ക്കുന്നത്, വിശ്വാസിയായിട്ടുള്ള പാവപ്പെട്ടവനെ പിന്തുണയ്ക്കുക. ഇത് എവിടെ വരുന്ന ന്യായമാണ്? ആര് പറഞ്ഞിട്ടുള്ളതാണ്? അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ ചക്ക മുള്ളോടെ വിഴുങ്ങുന്ന ടീമുകളാണ്. ഞങ്ങൾ പാവപ്പെട്ട വിശ്വാസിയുടെ കൂടെ നിൽക്കും. ഞങ്ങൾ ഹ്യൂമാനിറ്റീസിലേക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യുന്നവരാണ്. ഇതൊക്കെയാണ് കച്ചി ലോറികൾ. കച്ചി എന്ന് പറഞ്ഞാൽ സ്ട്രോമാൻ ആർഗ്യുമെന്റ്സ് എല്ലാം കച്ചിയാണ്, സ്വയം ഉണ്ടാക്കുക. ലോകത്ത് യുക്തിവാദികൾക്കെതിരെ 2 പുസ്തകങ്ങൾ എഴുതി കൃത്യമായ ഇടവേളകളിൽ പ്രസിദ്ധീകരിക്കുന്ന ഏക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. വേറെ ആർക്കെതിരെയോ ഒരു പുസ്തകം, ഗാന്ധിസത്തിനെതിരെയോ അല്ലെങ്കിൽ ഒരു ഇസത്തിനെതിരെയും പുസ്തകം എഴുതി ഞാൻ കണ്ടിട്ടില്ല. ഇതാകുമ്പോ സുഖമുണ്ടല്ലോ. അപ്പൊ മാത്രമല്ല, യുക്തിവാദത്തെ തള്ളി പറയുമ്പോൾ അവിടെ ഇച്ചിരി ബോണസ് കൂടുതലും കിട്ടുകണ്ടോ. ഞങ്ങളുടെ യുക്തിവാദില്ല, നല്ല പണിയെ കൊടുത്തിട്ടുണ്ടോ, ഇന്നലെ 2 ഞാൻ കൊടുത്തു, പറയല്ലോ. ഇനി മറ്റൊന്നുള്ളതാണ് പറയുന്നത്, യുക്തിവാദം പറയുന്നു, റാഷണലിസം പറയുന്നു, നാസ്തികത പറയുന്നു. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, എപ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്. എപ്പോഴും ഇതേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ലോകത്തുള്ള സമസ്ത പ്രശ്നങ്ങളുടെയും കാരണം മതമാണോ? ചിലർ ചോദിക്കുന്നു. വളരെ വളരെ മതമാണല്ലോ. അപ്പൊ ചില ടീമുകൾ ഇവിടെ നടപ്പുണ്ട്, എല്ലാത്തിന്റെയും കാരണം മൂലധനമാണെന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് എല്ലാത്തിന്റെയും കാരണം മൂലധനമാണോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും ചോദ്യം ചെയ്യുന്ന കേട്ടിട്ടുണ്ടോ?